ഹായ് എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് T20 വേൾഡ് കപ്പിൻ്റെ ഫൈനലിനെ കുറിച്ചാണ്. ഇന്ത്യ ന്യൂസിലൻഡാണ് T20 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. സൗത്ത് ആഫ്രിക്കയെ തകർത്താണ് ന്യൂസിലാൻഡ് ഫൈനലിൽ വന്നതെങ്കിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിൽ വന്നിട്ടുള്ളത്. ആ കളിയിൽ ഇന്ത്യയിലെ കുറച്ച് പോരായ്മകൾ നമുക്ക് മനസ്സിലായി. ആ വിജയം കുറേ കളിക്കാരുടെ വിജയം തന്നെയായിരുന്നു ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ നേടിയത്. സഞ്ജു സാംസൺ, അതുപോലെ തന്നെ ബുംറ, ഹർദിക് പാണ്ഡ്യ, തുംബെ, തിലക് വർമ്മ, അങ്ങനെ ഒട്ടനവധി പേരുടെ, പിന്നെ അക്സർ പട്ടേൽ, അവരുടെയൊക്കെ നല്ല പെർഫോമൻസിൻ്റെ പേരിലാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനെ 7 റണ്ണിന് അന്ന് പരാജയപ്പെടുത്തിയത്. പക്ഷേ ബൗളിങ്ങിൽ വരുന്ന സമയത്ത് ജസ്പ്രീത് ബുംറ ഒഴികെ മറ്റാർക്കും തന്നെ മികച്ച രീതിയിൽ പന്തെറിയുവാനായിട്ട് സാധിച്ചില്ല. ഹർദിക് പാണ്ഡ്യ ഒരുവിധമൊക്കെ എറിഞ്ഞുവെങ്കിൽ കൂടി വരുൺ ചക്രവർത്തി എന്ന് ചോദിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, മികച്ച ബോളറാണ് അദ്ദേഹം. പക്ഷേ റൺ വിട്ടുകൊടുക്കുന്നതിൽ ഒരു പിശുക്കും അദ്ദേഹം കാണിക്കുന്നില്ല. അത് കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടതാണ്. ക്രൂഷ്യലായിട്ടുള്ളൊരു മാച്ചിൽ ഇങ്ങനെ റണ്ണ് വിട്ടുകൊടുത്താൽ അത് ടീമിൻ്റെ തോൽവിയിലേക്ക് നയിക്കൂ എന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അതുപോലെ തന്നെ ഹർഷദീപ് സിംഗ്, അദ്ദേഹവും ഈ അവസ്ഥയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. റണ്ണ് വിട്ടുകൊടുക്കുന്നതിൽ ഒരു പിശുക്ക് കാണിക്കാത്ത ബോളറായിട്ട് ഹർഷദീപ് സിംഗ് മാറിയിരിക്കുന്നു. ഒരു വിക്കറ്റ് എടുക്കുന്നതിലല്ല, മറിച്ച് റണ്ണ് പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് ഒരു ബോളറെ സംബന്ധിച്ച് മെയിനായിട്ടുള്ളൊരു കാര്യം കൂടി. അപ്പോൾ ഇതൊക്കെ പരിഹരിച്ചാൽ മാത്രമാണ് ഇന്ത്യക്ക് ന്യൂസിലാൻഡിനെതിരെ വിജയം നേടുവാനായിട്ട് സാധിച്ച് കിരീടം ഉയർത്താൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, അവരുടെ 2 ഓപ്പണർമാരും കഴിഞ്ഞ കളിയിലൊക്കെ മികച്ച ബാറ്റിംഗ് നമ്മൾ കണ്ടു, വെടിക്കെട്ട് കണ്ടു. അപ്പോൾ അവരൊക്കെ വേഗം പുറത്താക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ ഇതുപോലെയുള്ള ബോളിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് റിസ്ക്കുള്ള ഒരു പരിപാടിയായിട്ട് മാറും. ജസ്പ്രീത് ബുംറ മാത്രമാണ് നമുക്ക് വിശ്വസിക്കാവുന്നൊരു ബോളർ. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കളിയിലെ 18ാമത്തെ ഓവറും 16ാമത്തെ ഓവറുമാണ് നമുക്കൊക്കെ വിജയം നേടിത്തരുവാനായിട്ടുള്ള ഒരു പ്രധാന കാരണമായിട്ട് മാറി. ബാറ്റിങ്ങിൽ സഞ്ജു സാംസൻ്റെ ഫോമും അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയുടെ എന്തായാലും ഇന്ന് അവസാന കളിയാണ്. അപ്പോൾ ഇന്നും ആ ടീമിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നും അദ്ദേഹം തന്നെയായിരിക്കും ഓപ്പണറായിട്ട് ഇറങ്ങുന്നത്. അദ്ദേഹത്തിന് ഫോം ഔട്ട്, അതുപോലെ തന്നെ സൂര്യകുമാർ യാദവ് മികച്ച ഒരു കളി പുറത്തെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചാൽ മാത്രമാണ് ഇന്ത്യ നമുക്ക് വിജയം നേടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഹൈദരാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഇന്നത്തെ മത്സരം നടക്കുന്നത്. അപ്പോൾ ഇനി ആകെ ഒരു വിജയം മാത്രം മതി. കഴിഞ്ഞ തവണയും ഇന്ത്യയായിരുന്നു നേരത്തെ ഫൈനലിൽ ഉണ്ടായിരുന്നത്. ദക്ഷിണാഫ്രിക്കയും ഇന്ത്യയുമായിരുന്നു ഫൈനലിൽ. ഇത്തവണ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ന്യൂസിലാൻഡ് ആ സ്ഥാനത്ത് കയറിയിരിക്കുകയാണ്. ഇന്ത്യ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാ കാണികളുടെയും മുന്നിൽ ഇന്ത്യൻ കാണികളെ നിശബ്ദമാക്കുമെന്നാണ് സാറ്റ്നർ പറഞ്ഞിട്ടുള്ളത്, ന്യൂസിലാൻഡ് ക്യാപ്റ്റൻ. അപ്പോൾ അതിനൊരു മറുപടി കൊടുക്കേണ്ടത് ഇന്ത്യൻ കളിക്കാരാണ്. അപ്പോൾ ഇന്ന് ഇന്ത്യ തീർച്ചയായിട്ടും വിജയിക്കും എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.